നമസ്കാരം, ഞാൻ ശാലിനി. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. SBIയുടെയും PNB ബാങ്ക് അക്കൗണ്ടുകളിലും BOB ബാങ്ക് അക്കൗണ്ടുകളിലുള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കുക. 1/4/2025 മുതൽ വന്ന മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. സെമി അർബൻ ഏരിയ, റൂറൽ അർബൻ ഏരിയ എന്ന വിഭാഗത്തിൽ പെടുത്തിക്കൊണ്ട് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് RBI പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങോട്ട് അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 24 മന്ത്സിനിടയിൽ നമ്മൾ നമ്മുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആണെങ്കിൽ അത് റീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അതായത് ബ്രാഞ്ചിൽ പോയിട്ട് KYC അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ മിനിമം ആയിട്ടൊരു 100 രൂപയുടെ ട്രാൻസാക്ഷൻസ് എങ്കിലും നടത്തണം. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ ബാങ്കുകാർ നല്ല രീതിയിൽ ബാങ്ക് ചാർജ് ഈടാക്കും. അല്ലെങ്കിൽ തന്നെ SBIക്കൊക്കെ നല്ല ബാങ്ക് ചാർജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഏരിയ ബേസ് ചെയ്തിട്ടുള്ള മിനിമം ബാലൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംബന്ധിച്ചിടത്തോളം അർബൻ ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ മിനിമം ബാലൻസ് 3000 ആണ്. സെമി അർബൻ ഏരിയ ആണെങ്കിൽ 2000 രൂപയാണ്. റൂറൽ ഏരിയ ആണെങ്കിൽ 1000 റുപ്പീസ് ആണ് മിനിമം ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിൽ PNB ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അർബൻ ഏരിയ ആണെങ്കിൽ 3500 രൂപ, സെമി അർബൻ ആണെങ്കിൽ 2500 രൂപ, റൂറൽ ഏരിയ ആണെങ്കിൽ 1500 രൂപയാണ് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. BOB ആണെങ്കിൽ അർബൻ ഏരിയ ആണെങ്കിൽ 4000 രൂപ, സെമി അർബൻ ആണെങ്കിൽ 3000 രൂപ, റൂറൽ ഏരിയ ആണെങ്കിൽ 2000 രൂപ. 1000 രൂപ, റൂറൽ ഏരിയ ആണെങ്കിൽ 2000 രൂപ. ഈ മിനിമം ബാലൻസ് നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ചാർജ് ഈടാക്കും. അത് 10 മുതൽ 100 രൂപ വരെയാണ് ചാർജ് പെനാൽറ്റി ഈടാക്കുന്നത്. ഇതാണ് 1/4/2025 വർഷം, സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ ബാങ്കിൽ വന്ന മാറ്റം. 50,000 രൂപ മുതലുള്ള എല്ലാ ചെക്ക് സിസ്റ്റത്തിനും PPS സിസ്റ്റം ബാധകമാണ്. PPS എന്ന് പറഞ്ഞാൽ എന്താണ്? PPS എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പേ സിസ്റ്റം എന്നാണ് എൻ്റെ അർത്ഥം. ഇത് കൂടുതലായിട്ട് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PPS സിസ്റ്റം 50,000 രൂപ മുകളിലുള്ള എല്ലാ ചെക്കുകൾക്കും ബാധകമാണ്. ഇതെങ്ങനെ നമ്മൾ ചെയ്യുമെന്നുള്ളതാണ്. ചെക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഈ സിസ്റ്റം വഴി നമ്മൾ ചെക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. ഇത് കൊടുക്കേണ്ടത് ഓൺലൈൻ ആപ്പ് വഴി, മൊബൈൽ ആപ്പ് വഴി, ഓൺലൈൻ വഴി നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രീ രജിസ്റ്റേർഡ് ചെയ്യണം. ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് PPS സിസ്റ്റം വഴി പ്രീ രജിസ്റ്റേർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. PPS സിസ്റ്റം വഴി നമ്മുടെ ചെക്കിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ ബാങ്ക് അത് റിജക്റ്റ് ചെയ്യും. ശരിക്കും PPS എന്താണ് ഉറപ്പുവരുത്തുന്നത്? സെക്യൂരിറ്റിയാണ് ഉറപ്പുവരുത്തുന്നത്. 24 മാസമായിട്ട് നമ്മൾ ഏതെങ്കിലും ബാങ്കിൽ, ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ യാതൊരുവിധ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ അക്കൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇൻആക്റ്റീവ് ആകും. ഇനി ഇൻആക്റ്റീവ് ആകുന്ന അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ബ്രാഞ്ചിൽ പോവുക. ബ്രാഞ്ചിൽ പോയിട്ട് KYC ഡീറ്റെയിൽസ് കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതിനൊരു ഫീസും ഉണ്ട്. 100 രൂപയുടെ രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ നടത്തിയിരിക്കണം. അക്കൗണ്ട് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ATM വഴിയോ അല്ലെങ്കിൽ UPI വഴിയുള്ള ട്രാൻസാക്ഷൻസ് ഒന്നും നടത്താൻ സാധിക്കില്ല. ബാങ്കിലേക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാനോ ഡെപ്പോസിറ്റ് ചെയ്യാനോ സാധിക്കില്ല. എപ്പോൾ മാത്രമേ അത് സാധിക്കൂ? റീആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനായിട്ട് അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് പോവുക, അത് റീആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ. 1/4/2025 മുതൽ വരുന്ന മാറ്റങ്ങൾ SBI, BOB, PNB തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടുകളിൽ 1/4/2025 മുതൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് RBI ഇറക്കിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത സെക്ഷനായിട്ട് വരാം. താങ്ക് യു.